മാത്രോട്ടിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുകയാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അതേപോലെ റിലേഷൻ. നമുക്കറിയാം രണ്ട് സെറ്റ്സ് എയും ബിയും തന്നിട്ടുണ്ട്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ എഴുതുന്നത് എ ക്രോസ് ബി എന്ന രീതിയിലാണ്. എ ക്രോസ് ബി ഈക്വൽ ടു 1A 1B 2A 2B 3A 3B. ഈ രീതിയിലാണ് നമ്മൾ രണ്ട് സെറ്റ്സിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുന്നത്. ഇനി നമ്മൾ റിലേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. റിലേഷൻ മീൻ ചെയ്യുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റിനാണ് നമ്മൾ റിലേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റ് 1A 1B 2A എന്നുള്ളത് നമ്മളൊരു സബ്സെറ്റായിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 1A 1B 2A എന്നുള്ളത് ഈ മൂന്നെണ്ണം എടുത്താൽ ഇത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ്. ഇപ്പോൾ ഇതൊരു റിലേഷനാണെന്ന് പറയാം. അതായത് 1ഉം എയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, 1ഉം ബിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, 2ഉം എയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എ ക്രോസ് ബിയുടെ എന്ത് സബ്സെറ്റിന് നമ്മൾ റിലേഷൻ എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 1A മാത്രം നിങ്ങൾ ചൂസ് ചെയ്തു, അതൊരു റിലേഷൻ ആയിരിക്കും. ഇപ്പോൾ ഈ ഫുൾ സെറ്റ് നിങ്ങൾ ചൂസ് ചെയ്തു, അതൊരു റിലേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എ ക്രോസ് ബി, അതായത് എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ ഇത്തരത്തിലുള്ള സബ്സെറ്റുകളെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റിലേഷൻ ഓൺ എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എ ഈക്വൽ ടു എ ബി എന്നുള്ള സെറ്റ്, വീണ്ടും നമ്മൾ എനെ എ ബി എന്നുള്ള സെറ്റായിട്ട് എടുക്കുന്നു. ഇനി നമ്മൾ എ ക്രോസ് എ കണ്ടാൽ നമുക്കറിയാം എ എ ബി ബി എ ബി ബി, ഇങ്ങനെ 4 എലമെൻറ്റ്സ് ഉള്ളൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഈ എ ക്രോസ് എയുടെ ഏത് സബ്സെറ്റും നമ്മൾ ചൂസ് ചെയ്തു. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എ എ, അതേപോലെ ബി ബി, ഇത് നമുക്കറിയാൻ പറ്റും ഇതൊരു എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റാണ്. അപ്പോൾ ഇതൊരു റിലേഷനാണ്. ഇതിനാണ് നമ്മൾ റിലേഷൻ ഓൺ എ എന്ന് പറയുന്നത്. അതായത് ഇവിടെ രണ്ട് സെറ്റ്സും സെയിം ആയിരിക്കും. റിലേഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ R എന്ന ലെറ്റർ കൊണ്ടാണ്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. പലതരത്തിലുള്ള റിലേഷൻസ് ഉണ്ട്. ഫസ്റ്റത്തെ റിലേഷനാണ് എംപ്റ്റി റിലേഷൻ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എ ക്രോസ് എ എന്നുള്ള സെറ്റ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബ്സെറ്റായിട്ട് എംപ്റ്റി സെറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ റിലേഷൻ നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ എ എന്നുള്ള സെറ്റിന് നമ്മൾ 1 2 3 എന്നെടുത്തു. നമുക്കറിയാം എ ക്രോസ് എ നമ്മൾ എഴുതുമ്പോൾ ഇതിൽ 9 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ എലമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നു. റിലേഷൻ R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർസ് എ കോമ ബി സച്ച് ദാറ്റ് എ മൈനസ് ബി ഈക്വൽ ടു 8. അതായത് ഈ റിലേഷനിലുള്ള ഓർഡർഡ് പെയർസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് 8 ആയിരിക്കണം. നമ്മൾ ഇതിലുള്ള ഏത് എലമെൻ്റ് എടുത്ത് നോക്കിയാലും ഇപ്പോൾ 1 - 1 0 ആയിരിക്കും, 1 - 2 -1 ആയിരിക്കും, 1 - 3 -2 ആയിരിക്കും, ഇങ്ങനെ പോയി 3 - 3 0 ആയിരിക്കും. ഏത് എലമെൻ്റ് നമ്മൾ എടുത്ത് നോക്കിയാലും, ഏത് പെയർ നമ്മൾ എടുത്ത് നോക്കിയാലും ഒരു പെയർ തമ്മിലുള്ള ഡിഫറൻസും 8 നമുക്ക് കിട്ടില്ല. അതായത് എ മൈനസ് ബി, ഫസ്റ്റത്തെ എലമെൻറ്റ് എ ആണ്, രണ്ടാമത്തെ എലമെൻറ്റ് ബി ആണ്. ഇങ്ങനെ ഡിഫറൻസ് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരു ഡിഫറൻസ് പോലും 8 നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ റിലേഷനിൽ ഒരു തരത്തിലുള്ള ഓർഡേർഡ് പേഴ്സും, ഈ എ ക്രോസ് ബിയുടെ ഒരു ഓർഡേർഡ് പേഴ്സും ഈ റിലേഷനിൽ ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ റിലേഷൻ നമ്മൾ എംപ്റ്റി റിലേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് യൂണിവേഴ്സൽ റിലേഷനാണ്. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ ക്രോസ് എ എഴുതുമ്പോൾ കിട്ടുന്ന ഫുൾ സെറ്റിന് നമ്മൾ ഒരു റിലേഷനായിട്ട് കാണുന്നു. ഇതിനാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ എ ഈക്വൽ ടു 1 2 3 എന്നുള്ള സെറ്റ് എടുക്കുന്നു. നമുക്കറിയാം എ ക്രോസ് എ എഴുതുമ്പോൾ നമുക്ക് ഈ സെറ്റാണ് കിട്ടുന്നത്. ഇതിനെ നമ്മളൊരു റിലേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനെ, ഈ ഫുൾ സെറ്റിലുള്ള എലമെൻസിൻ്റെ റിലേഷനാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ എ ഈക്വൽ ടു 1 2 3 നമ്മളൊരു പുതിയ റിലേഷനെ ഡിഫൈൻ ചെയ്യുന്നു. R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർസ് എ കോമ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഈ റിലേഷനിൽ ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഏത് പെയർ എടുത്താലും അതിൻ്റെ ഡിഫറൻസിൻ്റെ മോഡുലസ് ഒന്നുകിൽ 0 ആവണം, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം. നമുക്കറിയാം 1 - 1 0 ആണ്. ഇപ്പോൾ 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 1 എന്നുള്ള എലമെൻറ്റ് ഈ റിലേഷനിൽ ഉണ്ടായിരിക്കും. അതേപോലെ നെക്സ്റ്റ് എലമെൻറ്റ് 1 2 നമ്മളിവിടെ കൊടുത്താൽ മോഡ് 1 - 2, അതായത് -1ൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. അപ്പോൾ അത് പോസിറ്റീവിനേക്കാൾ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 2 എന്നുള്ള എലമെൻറ്റ് ഇവിടെ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ
എ ക്രോസ് ഉള്ള ഏത് എലമെൻ്റ് എടുത്താലും നിങ്ങൾക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമുക്ക് എ ക്രോസ് ഉള്ള എല്ലാ എലമെൻറ്റ്സും നമുക്ക് ഈ റിലേഷനിലുള്ളതെന്ന് പറയാം. അങ്ങനെ എ ക്രോസ് ഉള്ള എല്ലാ എലമെൻറ്റ്സും ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 റിലേഷൻസാണ് റിഫ്ലക്സീവ്, സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഒരു റിലേഷനെ നമ്മൾ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എ എന്നുള്ള സെറ്റിലെ ഏത് എലമെൻറ്റ് ഫോർ എവറി എലമെൻറ്റ് എ ബിലോങ്സ് ടു എ, നമ്മൾ എ എന്നുള്ള സെറ്റിലെ ഏത് എലമെൻറ്റ് എ എടുത്താലും എയും എയും തമ്മിലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. അതായത് എ എന്നുള്ള എലമെൻറ്റ് റിലേഷനിൽ ഉണ്ടായിരിക്കണം. അതേപോലെ സിമ്മട്രിക് എന്ന് പറയുകയാണെങ്കിൽ എയും ബിയും നമ്മൾ സെറ്റ് എ എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എ ബി എന്നുള്ള എലമെൻറ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ ബി എ എന്നുള്ള എലമെൻറ്റ് തിരിച്ച് ബി എ എന്നുള്ള എലമെൻറ്റ് റിലേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ ട്രാൻസിറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ എ ബി റിലേഷൻ ഉണ്ട്, അതേപോലെ ബി സി റിലേഷനുള്ള എലമെൻ്റാണ്. അങ്ങനെയാണെങ്കിൽ എ സി റിലേഷൻ ഉണ്ടായിരിക്കണം. എ ബി ബി സി റിലേഷൻ ഉണ്ടെങ്കിൽ എ സി റിലേഷൻ ഉണ്ടായിരിക്കണം. ഇതിനാണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷനെ നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ഈ 3 കണ്ടീഷൻസും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷനാണ് നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്ന് മീൻ ചെയ്യുന്നത്. നമുക്ക് എക്സാമ്പിൾസ് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ എ എന്നുള്ള സെറ്റ് 2 4 6 ആണ്. ഈ ഒരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 2 2 4 4 6 6 2 6 4 2. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ എയിലുള്ള 2 എന്നുള്ള എലമെൻ്റ് എടുക്കുന്നു. ഇപ്പോൾ 2 2 എന്നുള്ള എലമെൻറ്റ് റിലേഷനുണ്ട്. 4 എടുക്കുന്നു, 4 4 ഇവിടെ ഉണ്ട്. 6 എടുക്കുന്നു, 6 6 എന്നുള്ള എലമെൻറ്റ് റിലേഷനുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സ്മോൾ എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ, നമ്മൾ ഏത് എലമെൻറ്റ് എ എന്നെടുത്താലും എ ഫോമിലുള്ള എലമെൻറ്റ്സ് റിലേഷനുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഒരു റിഫ്ലക്സീവ് റിലേഷൻ ആണെന്ന് പറയാം. ഇപ്പോൾ സിമ്മട്രിക് റിലേഷൻ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സെറ്റ് എ ഈക്വൽ ടു 2 4 6 തന്നെ എടുക്കുന്നു. അപ്പോൾ ഇതൊരു വേറൊരു റിലേഷനാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 2 6 എന്നുള്ള എലമെൻറ്റ് ഈ റിലേഷനുണ്ട്. അതേപോലെ ഇതിൻ്റെ റിവേഴ്സ് 6 2 എന്നുള്ള എലമെൻറ്റും ഇവിടെ ഈ റിലേഷനുണ്ട്. അപ്പോൾ എ ബി റിലേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റിവേഴ്സ് ബി എ റിലേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ 2 6 ഉണ്ടെങ്കിൽ 6 2 ഉണ്ട്. ഈ തരത്തിലുള്ള റിലേഷനാണ് നമ്മൾ സിമ്മട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എടുത്ത സെറ്റ് എ ഈക്വൽ ടു 2 4 6 തന്നെ എടുക്കുന്നു. അതിലുള്ള മറ്റൊരു റിലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് ചെക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ 2 2 2 6 ഉണ്ട്, റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2 6 അതായത് ഈ എലമെൻറ്റ് വീണ്ടും ഈ റിലേഷൻ ഉണ്ട്. അതേപോലെ 2 6 6 6 എടുത്തു. അപ്പോൾ നമ്മൾ 2 6 അത് വീണ്ടും റിലേഷനുണ്ട്. അതുപോലെ 6 6 4 2 എടുത്തു. അപ്പോൾ 6 2 എന്നുള്ള എലമെൻറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ 4 2 4 6 എടുക്കുന്നു. അപ്പോൾ 4 6 അതായത് ഇവിടെ ഈ എലമെൻറ്റ് ഈ സെറ്റിൽ തന്നെ ഉണ്ട്. അതായത് 4 6 6 2 എടുക്കുന്നു. 4 2 എന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എ ബിയും ബി സിയും റിലേഷൻ ഉണ്ടെങ്കിൽ എ സി വീണ്ടും റിലേഷൻ ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് റിലേഷനാണ് നമ്മൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് എ ഈക്വൽ ടു 2 4 6 എന്ന സെറ്റിൽ തന്നിരിക്കുന്ന ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. ഇതേപോലെ ഈക്വലൻസ് റിലേഷൻ നമ്മളൊരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാണ്. ഇപ്പോൾ എ ഈക്വൽ ടു 2 4 6 നമുക്കൊരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ ഈക്വലൻസ് റിലേഷൻ ആണോ ചെക്ക് ചെയ്യാൻ, റിഫ്ലക്സീവ് ആണോ ചെക്ക് ചെയ്യുക. 2 2 4 4 6 6 ഈ 3 ടൈപ്പ് എലമെൻസും ഈ റിലേഷനുണ്ട്. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്. അതേപോലെ സിമ്മട്രിക് ആണോ ചെക്ക് ചെയ്യുക. ഇപ്പോൾ 2 4 റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 4 2 അത് റിലേഷനുണ്ട്. 2 4 റിലേഷൻ ഉണ്ടെങ്കിൽ 4 2 റിലേഷൻ ഉണ്ട്. ഇതേ രീതിയിൽ 2 2 എന്നുള്ള എലമെൻറ്റ് അത് റിലേഷൻ ഉണ്ട്. അതിനെ തിരിച്ചിട്ടാലും 2 2 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 2 2 റിലേഷൻ ഉണ്ടെങ്കിൽ വീണ്ടും 2 2 റിലേഷൻ ഉണ്ട്. അപ്പോൾ സിമ്മട്രിക് ആണെന്ന് പറയാം. ഇതേ രീതിയിൽ നമുക്ക് 4 4 6 6 ഒക്കെ ഇതേ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ ട്രാൻസിറ്റിവിറ്റി, അപ്പോൾ നമ്മൾ 2 4 എന്നുള്ള എലമെൻറ്റ് റിലേഷനുണ്ട്. അതേപോലെ 4 2 എന്നുള്ള എലമെൻറ്റ് റിലേഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 2 എന്നുള്ള എലമെൻറ്റ് 2 4 4 2 റിലേഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 2 എന്നുള്ള എലമെൻറ്റ് റിലേഷനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 2 2 എന്നുള്ള എലമെൻറ്റ് റിലേഷനുണ്ട്. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് റിലേഷനാണ്. അതേപോലെ ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ, ഇപ്പോൾ 2 2 4 4 നമ്മൾ റിലേഷനുണ്ട്. നമുക്ക് കാണാൻ പറ്റും 2 2 4 4 റിലേഷനുണ്ട്. അപ്പോൾ നമുക്ക് 2 4 റിലേഷനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ 2 4 റിലേഷനുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. അപ്പോൾ 3 കണ്ടീഷൻസ്, അതായത് റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്.
ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആയതുകൊണ്ട് ഈ റിലേഷൻ നമുക്ക് ഈക്വാലൻസ് റിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഫംഗ്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം. നമുക്കറിയാം ഒരു സെറ്റ് എക്സ് തന്നിട്ടുണ്ട് 1 2 3, അതേപോലെ വൈ എന്നുള്ളൊരു സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 4. ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക്, അതായത് എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു റിലേഷനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ എക്സിലുള്ള എല്ലാ എലമെൻസിനും യൂണീക്കായിട്ടുള്ള ഒരു ഇമേജ് വൈയിൽ ഉണ്ടായിരിക്കണം. ഇതിനാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ 1 എന്നുള്ള എലമെൻറ്റിൻ്റെ ഇമേജ് 2 ആണ്, 2ൻ്റെ ഇമേജ് 1 ആണ്, 3യുടെ ഇമേജ് 3 ആണ്. ഇപ്പോൾ 1ന് ഒരൊറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ 2. ഒന്നിലധികം ഇമേജസ് ഉണ്ടെങ്കിൽ, അതായത് 1 ഇപ്പോൾ 1ലേക്കും കൂടി മാപ്പിംഗ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 ഇപ്പോൾ 3ലേക്കോ 4ലേക്കോ മാപ്പിംഗ് ഉണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷൻ അല്ല. അതായത് ഇവിടുത്തെ എല്ലാ എലമെൻസിനും ഇമേജ് ഉണ്ടായിരിക്കണം. അതേപോലെ ഏതൊരു എലമെൻറ്റിനും ഒരു യുണീക്കായിട്ടുള്ള ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിനാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് എക്സിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് 1 2 3 എന്നുള്ള എലമെൻസിൻ്റെ സെറ്റിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അതേപോലെ കോഡൊമൈൻ എന്ന് മീൻ ചെയ്യുന്നത് സെറ്റ് വൈയിലുള്ള മുഴുവൻ എലമെൻസിനും നമ്മൾ കോഡൊമൈൻ എന്ന് പറയും, 1 2 3 4. അതേപോലെ റേഞ്ച് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് വൈയുടെ സബ്സെറ്റാണ്. അതായത് എക്സിലെ എലമെൻസ് നിന്ന് വൈയിലേക്ക് മാപ്പ് വരുന്ന എലമെൻസിനെ മാത്രം നമ്മൾ കളക്ട് ചെയ്താൽ, അതായത് ഇവിടെ മാപ്പ് വരുന്ന എലമെൻസ് 1 2 3, ഈ എലമെൻസിൻ്റെ സെറ്റിനെ നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എക്സിലുള്ള എലമെൻസിന് നമ്മൾ പ്രീ ഇമേജസ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 1 2 3 ഒക്കെ പ്രീ ഇമേജസ് ആണ്. ഇനി വൈയിലുള്ള എലമെൻസിൽ മാപ്പ് വരുന്ന എലമെൻസിനെ നമ്മൾ ഇമേജുകൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ 1ൻ്റെ ഇമേജ് 2 ആണ്, 2ൻ്റെ ഇമേജ് 1 ആണ്, 3യുടെ ഇമേജ് 3 ആണ്. അപ്പോൾ 1 2 3 എന്നുള്ളത് ഇമേജുകളുടെ കളക്ഷനാണ്. ഇനി നമ്മളിപ്പോൾ ഓർഡേർഡ് പേഴ്സിൻ്റെ രൂപത്തിൽ നമ്മൾ ഈ ഫംഗ്ഷൻസിൽ എലമെൻറ്റ്സ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് എക്സ് കോമ വൈ. അതായത് എക്സ് കോമ വൈ എന്നുള്ളത് നമുക്കറിയാം റേഞ്ചിലുള്ള എലമെൻറ്റ്സ് ആണ്, അതായത് ഇമേജിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ എക്സ് കോമ വൈനെ നമുക്ക് മാറ്റിയിട്ട് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഈ രൂപത്തിലാണ് നമ്മൾ എക്സിൻ്റെ ഇമേജുകളെ എഴുതുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുറച്ച് പേഴ്സ് തന്നിട്ട് ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടെ വരുന്ന എലമെൻറ്റ്സ്, അതായത് പ്രീ ഇമേജിൽ വരുന്ന എലമെൻറ്റ്സ്, അതായത് ഫസ്റ്റിലെ എലമെൻറ്റ്സ് എക്സ് റിപ്പീറ്റ് ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്താൽ അത് ഫംഗ്ഷൻ ആവില്ല. ഇപ്പോൾ ഇവിടുത്തെ എലമെൻറ്റ്സ് 1 ഒരു തവണയേ ഉള്ളൂ, അതേപോലെ 2 ഒരു തവണ മാത്രമേ ഉള്ളൂ, 3 ഒരു തവണ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ എലമെൻറ്റ്സ് ഇമേജ് എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇവിടുത്തെ എലമെൻറ്റ് പ്രീ ഇമേജ് എക്സ് കോർഡിനേറ്റുകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ഫംഗ്ഷൻ ആവുകയുള്ളൂ. ഇതൊരു റിലേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, ഒരു സെറ്റ് എക്സ് അതുപോലെ മറ്റൊരു സെറ്റ് വൈ. ഇവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഫംഗ്ഷൻ ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 1ൻ്റെ ഇമേജ് 1 ആണ്, 2ൻ്റെ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ 3 കിട്ടുന്നുണ്ട്, 2ൻ്റെ ഇമേജ് 4 കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഫംഗ്ഷൻ അല്ല. കാരണം ഇവിടെ 2 എന്നുള്ള എലമെൻറ്റിന് 2 ഇമേജ് ഉണ്ട്. ഒരു ഇമേജ് 3 ആണ്, മറ്റൊരു ഇമേജ് 4 ആണ്. ഇങ്ങനെ 2 ഇമേജ് വന്നാൽ ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഓർഡേർഡ് പേഴ്സിൻ്റെ, അതായത് റിലേഷൻ്റെ ഫോമിലാണ് തന്നതെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് റിപ്പീറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 എന്നുള്ളത് ഇവിടെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ അല്ല. ദിസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണോ അല്ലെന്ന് ചെക്ക് ചെയ്യണം. ഇനി വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഗ്രാഫ് തന്നാൽ അത് ഫംഗ്ഷൻ ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വൈ ആക്സിസിന് പാരലായിട്ട് ലൈൻസ് വരച്ച് നോക്കുക. അതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഇത് ഒരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഒന്നിലധികം സ്ഥലത്ത് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ ആയിരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഈ കേസിൽ ഒരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഈ ഗ്രാഫ് ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇങ്ങനെ നിങ്ങൾ ഏത് ഭാഗത്ത് ലൈൻസ് വരച്ച് നോക്കിയാലും നിങ്ങൾക്ക് ഗ്രാഫിൻ്റെ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. നെക്സ്റ്റ് ഇതേപോലെ ഇതൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ലൈൻസ് വരച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സിൽ ഒരേ സമയം ഒരു ലൈനിൽ ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫംഗ്ഷൻ അല്ല. ഇതിൻ്റെ മീനിങ് ഇവിടുത്തെ എക്സിന് ഇവിടെയും ഒരു ഇമേജ് ഉണ്ട്, ഇവിടെയും ഒരു ഇമേജ് ഉണ്ട്. ഒന്നിലധികം ഇമേജസ് വന്നാൽ അതൊരു ഫംഗ്ഷൻ അല്ല.
ഫങ്ഷൻസ് രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഫങ്ഷൻ 1 ഫങ്ഷൻ ഓർ ഇൻജക്റ്റീവ് ഫങ്ഷൻ. ഇതിൻ്റെ ഡെഫിനിഷൻ മീൻ ചെയ്യുന്നത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അതായത് ഇമേജുകൾ ഈക്വൽ ആണെങ്കിൽ പ്രീ ഇമേജുകൾ ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ 1ന് ഒരു ഇമേജ് 1 ഉണ്ട്, 2ന് ഒരു ഇമേജ് 3 ഉണ്ട്, 3ക്ക് ഇമേജ് 4 ഉണ്ട്. 1ന് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ മീൻ ചെയ്യുന്നത് 2ലേക്ക് ഒന്നിലധികം പോയിൻറ്റ്സ് നിന്ന് മാപ്പ് വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് പോയിൻറ്റ്സും തുല്യമായിരിക്കണം. ഇതേപോലെ ഓൺ ടു ഫങ്ഷൻ, അതായത് സർജക്റ്റീവ് ഫങ്ഷൻ. നമ്മൾ y എന്നുള്ള സെറ്റിലെ ഏത് എലമെൻറ്റ് y ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു x കണ്ടുപിടിക്കാൻ പറ്റണം. ഇപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1ന് ഒരു പ്രീ ഇമേജ് 1 ഉണ്ട്, 2ന് ഒരു പ്രീ ഇമേജ് 3 ഉണ്ട്, 3ക്ക് ഒരു പ്രീ ഇമേജ് 2 ഉണ്ട്. അതായത് y എന്ന സെറ്റിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് എക്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയും. ഇവിടെ രണ്ട് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഫിഗർ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ 2 എന്നുള്ള എലമെൻറ്റിന് നമുക്കറിയാം രണ്ട് പ്രീ ഇമേജ് ഉണ്ട്. ഒരു പ്രീ ഇമേജ് 1 ആണ്, അതേപോലെ മറ്റൊരു പ്രീ ഇമേജ് 2 ആണ്. ഇങ്ങനെ രണ്ട് പ്രീ ഇമേജ് വന്നാൽ ഇത് 1 ഫംഗ്ഷൻ അല്ല. അതായത് 1 ഇവിടെ ഒരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു എലമെൻറ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ 1 എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഉണ്ട്, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വീണ്ടും 2 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത് 1 ഫംഗ്ഷൻ അല്ല. ഇതേപോലെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. കാരണം 3 എന്നുള്ള y എന്നുള്ള സെറ്റിലെ 3 എന്നുള്ള എലമെൻറ്റിന് ഇവിടെ ഒരു പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ അല്ല. സെറ്റ്സിൻ്റെ രീതിയിൽ തന്നിട്ട് ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും 1 ആവില്ല. ഇപ്പോൾ 1ൻ്റെ ഇമേജ് 2 ഉണ്ട്, 2ൻ്റെ ഇമേജ് 2 ഉണ്ട്. അപ്പോൾ ഇമേജ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ഇമേജ് ഇപ്പോൾ രണ്ടോ അതിലധികം കൂടുതലോ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഇതൊരിക്കലും 1 ഫംഗ്ഷൻ ആവില്ല. ഫംഗ്ഷൻ ആയിരിക്കും, പക്ഷേ 1 എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ല. ഇതേപോലെ ഇവിടെ ഇപ്പോൾ ഈ സെറ്റ് തന്നിട്ട് ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ സെറ്റ് വൈയിലുള്ള മുഴുവൻ എലമെൻസും ഇവിടെ ഇല്ല. അതായത് 2ഉം 2ഉം 1ഉം ഉണ്ട്. അതായത് 1ഉം 2ഉം ഇവിടെ ഉണ്ട്. 3 എന്നുള്ള എലമെൻറ്റിന് ഇവിടെ പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. നമുക്ക് ഒരു സെറ്റ് എക്സ് എന്ന് വൈയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ ഈ ഫംഗ്ഷൻ 1 ആയിരിക്കണം, അതേപോലെ ഓൺ ടു ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ഈ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ 1ന് ഇമേജ് 2, 2ൻ്റെ ഇമേജ് 1, 3യുടെ ഇമേജ് 3. ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് 1 ആണ്. അതേപോലെ y എന്ന സെറ്റിലെ എലമെൻറ്റ്സിന് എല്ലാ എലമെൻറ്റ്സിനും മാപ്പ് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു എലമെൻറ്റും വെറുതെ കിടക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഇത് 1 ആണ്, ഓൺ ടു ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ഇനി ഫങ്ഷൻസ് ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഈ ഫംഗ്ഷൻ 1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ട് സ്ട്രെയിറ്റ് ലൈൻസ് വരച്ച് നോക്കുക. ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഇതൊരു സ്ഥലത്ത് മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇത് 1 ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫ് ഒരു 1 ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇപ്പോൾ നിങ്ങൾ എക്സ് ആക്സിസിന് പാരലായിട്ട് ഏത് ഭാഗത്ത് ലൈൻസ് വരച്ച് നോക്കിയാലും ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇതൊരു 1 ഫംഗ്ഷൻ ആയിരിക്കും. ഇതേപോലെ നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് ലൈൻസ് വരച്ചാൽ ഇത് 2 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ അല്ല, നോട്ട് എ 1 ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ വരച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ മേലേക്ക് വരക്കണം. അപ്പോൾ ഇങ്ങനെ എക്സ് ആക്സിസിന് പാരലായിട്ട് ലൈൻസ് വരച്ചാൽ ഒന്നിലധികം പോയിൻറ്റ്സിൽ ഗ്രാഫിൻ്റെ പോയിൻറ്റ്സിൽ ലൈൻസ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 ഫംഗ്ഷൻ ആയിരിക്കില്ല. നമുക്ക് ഓൺ ടു ഫംഗ്ഷൻ ആണോ അല്ലോ എന്ന് ഗ്രാഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫിൽ y ആക്സിസിൻ്റെ ഭാഗങ്ങളിലേക്ക് ഗ്രാഫ് പോകുന്നുണ്ട്, പോസിറ്റീവ് y ആക്സിസിൻ്റെ ഭാഗങ്ങളിലേക്ക് ഗ്രാഫ് പോകുന്നുണ്ട്, അതേപോലെ നെഗറ്റീവ് y ആക്സിസിൻ്റെ ഭാഗങ്ങളിലേക്ക് ഗ്രാഫ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ
ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. അതേപോലെ ഈ ഗ്രാഫ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഭാഗങ്ങളിലേക്ക് മാത്രമേ ഗ്രാഫ് നിങ്ങൾക്ക് വരുന്നുള്ളൂ, അതായത് ഇമേജ് വരുന്നുള്ളൂ. ഇവിടെ നെഗറ്റീവ് വൈ ആക്സിസിൻ്റെ ഭാഗങ്ങളിലേക്ക് ഗ്രാഫ് വരുന്നില്ല. അപ്പോൾ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫ് വെച്ചിട്ട് ഇങ്ങനെ ഓൺ ടു ഫംഗ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രോബ്ലം ചെക്ക് വെദർ ദി ഫോളോവിങ് ഫംഗ്ഷൻ ഈസ് 1 1 ആൻഡ് ഓൺ ടു. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ 1 1 ആണോ അല്ലോ അല്ലെങ്കിൽ ഓൺ ടു ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നത് എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കുള്ള ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നാണ്. അപ്പോൾ ഇത് 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 ആണെങ്കിൽ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ എഫ് ഓഫ് x1 എഴുതുന്നു. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ 2x1 വരും. 2x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറയുമ്പോൾ x ഉള്ളത് x2 ആക്കുന്നു, 2x2. ഇനി നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം രണ്ട് സൈഡിലും പോസിറ്റീവ് നമ്പർ 2നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ x1 ഈക്വൽ ടു x2. സോ ദിസ് ഫംഗ്ഷൻ ഈസ് എ 1 1 ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന ഫംഗ്ഷനാണ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സിൻ്റെ ഇമാജിനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്, അതായത് y ഈക്വൽ ടു 2x. ഇനി നമുക്കറിയാം ഇന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. x ഈക്വൽ ടു y ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എക്സുകൾ നമുക്ക് വൈയുടെ പകുതി ആയിരിക്കും എക്സുകൾ ഉണ്ടാവുക. ഇതിൻ്റെ മീനിങ് അതാണ്. നമ്മൾ എക്സ് ആക്സിസിൽ ഏത് പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വൈ ഉണ്ടായിരിക്കും. ആ വൈയുടെ പകുതി ആയിരിക്കും എക്സ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നുള്ള ഈ ഇക്വേഷനിൽ നമ്മൾ എക്സ് ഈക്വൽ ടു y ബൈ 2 എന്നുള്ള വാല്യൂ നമ്മൾ പുട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സിന് പകരം നമുക്കറിയാം y ബൈ 2 നമ്മൾ പുട്ട് ചെയ്യുക. y ബൈ 2 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാൽ 2 ടൈംസ് എക്സ് ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് y ബൈ 2 മീൻസ് 2 ടൈംസ് y ബൈ 2. അപ്പോൾ നമുക്ക് 2 2 ക്യാൻസൽ ചെയ്യാം, y കിട്ടും. അപ്പോൾ നമ്മൾ ഏതൊരു y നമ്മൾ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് കിട്ടും. ആ എക്സ് y ബൈ 2 ഫോമിലുള്ളതായിരിക്കും. ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ് എന്ന് കണ്ടു. ഇനി നമ്മൾ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ് എഴുതുക, കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് അതായത് y എഴുതുക. നമ്മൾ എക്സിന് ഏതെങ്കിലും വാല്യൂസ് 0 കൊടുക്കുക. അപ്പോൾ 0 കൊടുക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു 2 ഇൻറ്റു 0 0 നമുക്ക് കിട്ടും. അതുപോലെ ഒരു 2 ഏതെങ്കിലും വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്യാം. 2 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ഇൻറ്റു 2 4 നമുക്ക് കിട്ടും. -1 കൊടുക്കുമ്പോൾ എഫ് ഓഫ് -1 ഈക്വൽ ടു 2 ഇൻറ്റു -1 -2 നമുക്ക് കിട്ടും. അങ്ങനെ കുറച്ച് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൽ ഗ്രാഫിൽ നമ്മൾ മാർക്ക് ചെയ്യുക. അപ്പോൾ 0ൽ 0 ആണ് വാല്യൂ. എക്സ് 2 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ 4 ആണ്. 2 ആകുമ്പോൾ വൈൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം 4 ഇവിടെ വരും. 2 ആകുമ്പോൾ ഏകദേശം 4 ഇവിടെ വരും. അതേപോലെ -1 ആകുമ്പോൾ -2 ആയിരിക്കും. അപ്പോൾ -1 ആകുമ്പോൾ ഏകദേശം -2 ആയിരിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. നമുക്കറിയാം 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന നമുക്കറിയാം. ജസ്റ്റ് എക്സ് ആക്സിസിന് പാരലായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഇതൊരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. അപ്പോൾ ഇത് 1 1 ആണെന്ന് കിട്ടി. ഇനി ഓൺ ടു ആണെന്ന് നോക്കാൻ നമ്മൾ പോസിറ്റീവ് വൈ ആക്സിസിൻ്റെ ഭാഗത്തേക്ക് ഗ്രാഫ് പോകുന്നുണ്ട്, അതേപോലെ നെഗറ്റീവ് വൈ ആക്സിസിൻ്റെ ഭാഗത്തേക്ക് ഗ്രാഫ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം.